നമസ്കാരം. കർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് ടാറ്റ മോട്ടോഴ്സിൻ്റെ പുത്തൻ punch.ev ആണ്. punch.evക്ക് 2026 അവർ ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടുതൽ മികച്ച ബാറ്ററിയിൽ, കൂടുതൽ മികച്ച റേഞ്ചിൽ, കൂടുതൽ ടെക്നിക്കൽ അപ്ഡേറ്റ്സോട് കൂടിയിട്ട് punch.ev എത്തിയിരിക്കുന്നു. വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനങ്ങളെ കൂടുതൽ ജനകീയമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ഓരോ ചുവടുവെപ്പും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ടാറ്റ മോട്ടോഴ്സിൽ നിന്നുള്ള ആദ്യത്തെ ബാസ് സ്കീമോട് കൂടിയിട്ടുള്ള വാഹനമാണ് punch.ev. ബാസ് സ്കീം അഥവാ ബാറ്ററി ആസ് എ സർവീസ് എന്ന ആ ഒരു സ്കീമിൽ പ്രകാരം ഓടുന്ന കിലോമീറ്ററിന് മാത്രം ബാറ്ററിക്ക് വാടക കൊടുത്താൽ മതി എന്നുള്ളത് വളരെ ആകർഷകമായി ഓട്ടോമേക്കേഴ്സ് ഏറ്റെടുത്തിരിക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സിൽ നിന്നുള്ള ആദ്യത്തെ ബാസ് സ്കീമുള്ള വാഹനം എന്ന നിലയിൽ punch.ev എത്തുന്നത് വളരെ ആകർഷകമായ ഒരു പ്രൈസിലാണ്. 6.49 lakhസിലാണ് ബാസ് സ്കീമിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. കിലോമീറ്ററിന് വെറും 2 രൂപ 60 പൈസ മാത്രമേ ചിലവാവുകയുള്ളൂ. അതായത് ഓടുന്ന കിലോമീറ്ററിന് മാത്രം ബാറ്ററിക്ക് വാടക കൊടുത്താൽ മതി എന്നുള്ള ആകർഷകമായ സ്കീം. എല്ലാ വാഹന ബ്രാൻഡുകളും ഈ ഒരു സ്കീമിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് മറ്റു വാഹന ബ്രാൻഡുകളിൽ നിന്നും ഇത് പ്രതീക്ഷിക്കാം. ഇപ്പോൾ മാരുതി സുസുക്കിയും JSW MG മോട്ടോറിൻ്റെയും ടാറ്റ മോട്ടോഴ്സും അതിനൊരു തുടക്കം ഇട്ട് കഴിഞ്ഞു. എങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമായിട്ട് പറയാനുള്ളത്, ഐസ് മോഡൽസ് അതായത് പെട്രോൾ ഡീസൽ വാഹനങ്ങളെക്കാൾ 5-6 ലക്ഷം കൂടുതൽ വേണം നമുക്ക് ഒരു ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കാൻ. ആ ഒരു വ്യത്യാസത്തെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് വാഹന നിർമ്മാതാക്കൾ എല്ലാം തന്നെ ബാസ് സ്കീമിലൂടെ വാഹനങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് കൂടുതലും ജനങ്ങൾക്ക് കൂടുതൽ അഫോർഡബിൾ ആയിട്ട് അനുഭവപ്പെടും. ഓടുന്ന കിലോമീറ്ററിന് മാത്രം വാടക നൽകി ബാറ്ററി ഞങ്ങൾ വാടകയ്ക്ക് തരാം, വാഹനത്തിന്റെ വില മാത്രം നൽകൂ എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് ടാറ്റ മോട്ടോഴ്സും വളരെ കോമ്പറ്റീറ്റീവായ, വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് ടാറ്റ മോട്ടോഴ്സ് പുതിയ punch.evയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 9,69,000 രൂപ മുതൽ 12,59,000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് പുതിയ punch.ev എത്തുന്നത്. 30 കിലോവാട്ട് അവറിലും 40 കിലോവാട്ട് അവറിലും ഉള്ള ബാറ്ററി പാക്കാണ്. പ്രിസ്മാറ്റിക് സെൽസ് കൊണ്ടാണ് ഈ ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ലോങ് റേഞ്ചും അതേപോലെ തന്നെ ബാറ്ററിയുടെ ആയുസും ഒക്കെ തന്നെ കൂടുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റൊരു ഓട്ടോമേക്കറിനും പ്രിസ്മാറ്റിക് സെൽസ് കൊണ്ടുള്ള ഒരു ബാറ്ററിയിൽ ഇത്ര ഉയർന്ന റേഞ്ചിൽ വാഹനങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യകാലത്തെ punch.evയിൽ നിന്നും ഏറെ വ്യത്യസ്തമായി വലിയ പ്രൈസ് ഡിഫറൻസോട് കൂടിയിട്ടാണ് പുതിയ punch.ev 2026 എത്തുന്നത്. നാല് മീറ്ററിന് തൊട്ട് താഴെയുള്ള വാഹനങ്ങളിലെ EVകളിൽ ഏറ്റവും അഫോർഡബിൾ ആണ് punch.ev എന്ന് പറയാം. ഈ സബ് കോമ്പാക്ട് SUV എത്തുന്നത് 2 ബാറ്ററി പാക്കിലാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതിൽ 30 കിലോവാട്ട് അവറിലുള്ള ബാറ്ററിയുടെ കരുത്ത് 88 HP-യും അതിൻ്റെ ടോർക്ക് 154 ന്യൂട്ടൺ മീറ്ററുമാണ്. ഇതിന് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന റേഞ്ച് 375 കിലോമീറ്ററാണ്. punch.evയുടെ ഉയർന്ന ബാറ്ററി പാക്ക് എത്തുന്നത് 40 കിലോവാട്ട് അവറിലാണ്. അതിൻ്റെ ഒരു കരുത്ത് 129 HP ആണ്. അതിൻ്റെ ടോർക്ക് 154 ന്യൂട്ടൺ മീറ്ററാണ്. 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡിലേക്ക് ആ വാഹനം എത്താൻ എടുക്കുന്ന സമയം 9 സെക്കൻഡ് മാത്രമാണെന്ന് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. 2 തരം ചാർജറാണ് punch.evക്കൊപ്പം എത്തുന്നത്. 3.3 കിലോവാട്ട് AC ചാർജറും 7.2 കിലോവാട്ടിലുള്ള ചാർജിംഗ് യൂണിറ്റും നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ DC ചാർജിംഗ് 65 കിലോവാട്ടിന്റെ DC ചാർജർ ഈ വാഹനത്തിലേക്ക് ലഭ്യമാണ്. 10 മുതൽ 80% വരെയുള്ള ചാർജിങ്ങിന് എടുക്കുന്ന
സമയം അരമണിക്കൂർ മാത്രമാണ്. 375 കിലോമീറ്റർ റേഞ്ച് പറയുന്ന പഞ്ച് ഡോട്ട് EVയുടെ 30 കിലോവാട്ട് അവറിലുള്ള ബാറ്ററിയിലെ വാഹനം എത്തുന്നത് 2 വേരിയന്റുകളിൽ മാത്രമാണ്. സ്മാർട്ട് എന്നും സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന 2 വേരിയന്റുകളിൽ മാത്രമേ ഈ വാഹനം 30 കിലോവാട്ട് അവറിലുള്ള ബാറ്ററി ലഭിക്കുള്ളൂ. അതിന്റെ വില യഥാക്രമം 9,29,000 രൂപയും 10,29,000 രൂപയും എക്സ് ഷോറൂം പ്രൈസിലാണ്. 40 കിലോവാട്ട് അവറിലുള്ള ബാറ്ററി പാക്കിൽ എത്തുന്ന വാഹനത്തിന് ബേസ് വേരിയന്റ് ഇല്ല. അതായത് സ്മാർട്ടും സ്മാർട്ട് പ്ലസും എന്ന് പറയുന്ന 2 വിഭാഗത്തിലും വാഹനം നമുക്ക് ലഭ്യമല്ല. 4 വിഭാഗത്തിലാണ്, അതായത് അഡ്വഞ്ചറിലും എംപവറിലും എംപവേർഡ് പ്ലസിലും ഒക്കെ തന്നെ ഈ വാഹനം ലഭിക്കും. 10,89,000 രൂപ മുതൽ 12,59,000 രൂപ വരെയുള്ള എക്സ് ഷോറൂം പ്രൈസിലാണ് 40 കിലോവാട്ട് അവറിലുള്ള പഞ്ച് ഡോട്ട് EVയുടെ പുതിയ പതിപ്പ്. പഞ്ച് ഡോട്ട് EV എത്തിയപ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗത്തിൽ ഒന്ന് നോക്കാം. 40 കിലോവാട്ട് അവറിലുള്ള ഉയർന്ന പാക്കിലുള്ള ബാറ്ററി എത്തി എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു റിയൽ ലൈഫിൽ നമ്മൾക്ക് കിട്ടുന്ന റേഞ്ച് 355 കിലോമീറ്റർ ആണ് എന്ന് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. വെറും 15 മിനിറ്റ് ചാർജ് ചെയ്താൽ ഒരു ഫാസ്റ്റർ ചാർജിങ് പഞ്ച് ഡോട്ട് EVയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 15 മിനിറ്റ് ചാർജ് ചെയ്താൽ 135 കിലോമീറ്റർ വരെ പുത്തൻ പഞ്ച് ഡോട്ട് EVയിൽ ഓടാൻ പറ്റും. പഞ്ച് ഡോട്ട് EVയിൽ എത്തിയിരിക്കുന്ന മറ്റ് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി സറൗണ്ട് വ്യൂ ക്യാമറ സിസ്റ്റം എത്തിയിരിക്കുന്നു. ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ എത്തിയിരിക്കുന്നു. ഓട്ടോ ഹോൾഡ് സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്സ് വന്നിരിക്കുന്നു. ആർക്കേഡ് ഡോട്ട് EV ആപ്പ് സ്യൂട്ടിലേക്ക് 25 ആപ്പുകൾ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതേപോലെ തന്നെ 26.03 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഹാമിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതേപോലെ 26.03 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഡിജിറ്റൽ കോക്പിറ്റ് എന്നിവയൊക്കെയാണ് പഞ്ച് ഡോട്ട് EVയിലെ പ്രത്യേകതകൾ. ഡിജിറ്റൽ കോക്പിറ്റിലേക്ക് നാവിഗേഷൻ സൗകര്യങ്ങൾ വന്നു എന്നുള്ളതും പുതിയ അപ്ഡേറ്റിൽ വരുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, ഇതിനകത്തേക്ക് ഓവർ ദ എയർ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നു. ഉയർന്ന 2 വേരിയന്റുകളിലും വെന്റിലേറ്റഡ് സീറ്റുകൾ വന്നിരിക്കുന്നു. 4 രീതിയിൽ നമുക്ക് ഈ സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി പറയുന്നു. ലെതറൈറ്റ് സീറ്റ് അപ്പോൾസ്ട്രി മാറിയിരിക്കുന്നു. ഓട്ടോ ഡിമ്മിംഗ് IR VM വന്നിരിക്കുന്നു. വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജർ എത്തിയിരിക്കുന്നു. എയർ പ്യൂരിഫയർ എത്തിയിരിക്കുന്നു. 5 വ്യത്യസ്തമായിട്ടുള്ള വോയിസ് അസിസ്റ്റൻസ് ഈ വാഹനത്തിലേക്ക് ലഭ്യമാണ്. ഹേ ടാറ്റ, സിരി, അലക്സ, ഗൂഗിൾ അസിസ്റ്റ് എന്നിവയാണത്. അതേപോലെ തന്നെ 200-ലധികം വോയിസ് കമാൻഡുകൾ എത്തിയിരിക്കുന്നു. 6 ലാംഗ്വേജുകളിലായിട്ടാണ് അതുള്ളത്. 6 എയർ ബാഗുകൾ, ESP, ഐസോഫിക്സ് സംവിധാനം എന്നിവയെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ്. ഇതിനകത്തേക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റും ഹിൽ ഡിസൻ കൺട്രോളും എത്തിയിരിക്കുന്നു. പഞ്ച് ഡോട്ട് EVയുടെ 2026-ലെ പുറം കാഴ്ച അല്ലെങ്കിൽ എക്സ്റ്റീരിയർ എല്ലാ അർത്ഥത്തിലും ഇഷ്ടമായി എന്ന് പറയാം. ജനുവരി 2026-ൽ അപ്ഡേറ്റ് ചെയ്ത ഐസ് മോഡൽസിനോട് ഏകദേശം സാമ്യം വരുന്ന ഒരു രൂപഭംഗിയിലാണ് EVയും എത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഈ ഒരു മുൻഭാഗം എക്സ്ക്ലൂസീവായി EVക്ക് വേണ്ടി മാത്രമുള്ളതാണ്. റീഡിസൈൻഡ് ബമ്പറാണ് EVയിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത. ഇത് വളരെ ഒരു യുണീക്കായിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. ഇതുവരെ നമ്മളിങ്ങനെ ഒരു കർവി ഷേപ്പിൽ, അതായത് കൊത്തിയെടുത്തതുപോലെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ഈ ഒരു ബമ്പർ മറ്റെങ്ങും കണ്ടിട്ടില്ല. എന്തായാലും
എന്തായാലും അത് വളരെ നന്നായി തോന്നുന്നു. അതുപോലെ തന്നെ ക്യാമറ കുറച്ച് താഴെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇതിൽ കണക്റ്റഡ് DRL ഡേ ടൈം DRL ആണ് നമ്മൾ കണ്ടത്. ഇവിടെ നിന്ന് അവിടെ വരെയും ഇതിങ്ങനെ എല്ലായ്പ്പോഴും കത്തിക്കിടക്കുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായിരുന്നു. ഇപ്പോൾ അതിലൊരു ചെറിയ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും അപ്ഡേറ്റ് വരികയാണ്, റീഡിസൈനിങ് വരികയാണ്. അപ്പോൾ അവർക്ക് തോന്നിയ ഒരു കാര്യം, ഇവിടെ ഇത് ബ്ലാക്ക് സ്ട്രിപ്പാണ്, ഇതിൻ്റെ ചാർജിങ് പ്രൊവിഷൻ എല്ലാം തന്നെ ഇവിടെയാണ്. ഇതിലെ എല്ലാ ലൈറ്റുകളും LEDs ആണ്. വലിയ വീലാർച്ചുകൾ, അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, TATA.EV എന്നുള്ള ബാഡ്ജിങ്, അതേപോലെ തന്നെ ഇതിനകത്തേക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. മറ്റൊന്ന് ORVM-ലേക്ക് ക്യാമറ വരുന്നു. 360 ഡിഗ്രി ഹൈ ഡെഫിനിഷൻ ക്യാമറ വരുന്നു. 189 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇവിടെ വളരെ ബോൾഡ് ലുക്കിനായിട്ട് ഒരു സൈഡ് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക ശരിക്കും ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ഓപ്പണിംഗ്. ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നിരിക്കുന്നു. കൂടുതൽ സ്പോട്ടി ലുക്കിന് വേണ്ടിയിട്ട് സ്പോയിലർ എത്തിയിട്ടുണ്ട്. ഓട്ടോ റിയർ വൈപ്പേഴ്സ് വരുന്നു. പിൻകാഴ്ചയാണ് മാറിയിരിക്കുന്നത്. ശരിക്കും കണക്റ്റഡ് DRL കൊടുത്തിരിക്കുന്നു. Punch.EVയുടെ പിൻകാഴ്ച കൂടുതൽ മനോഹരമായി എന്ന് തന്നെ പറയുന്നു. ഇവിടെയെല്ലാം സെൻസേഴ്സ് വന്നിരിക്കുന്നു. Punch.EV എന്ന് പറയുന്ന ബാഡ്ജിങ്, ടാറ്റയുടെ ലോഗോ ഒക്കെ തന്നെ കാണാം. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും ഈ പുതിയ നിറത്തിൽ ഈ ബ്ലാക്കിൻ്റെ ഹൈലൈറ്റും കൂടി വന്നപ്പോൾ വളരെ മനോഹരമായിട്ട് Punch.EVയുടെ 2026 പതിപ്പ് പുറം കാഴ്ചയിൽ നമുക്ക് കാണാം. ഇഷ്ടംപോലെ കളർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. എന്തായാലും Punch.EV മധ്യവർഗത്തിന് ഒരു അഫോർഡബിൾ EV, നിത്യയാത്രയ്ക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഓഫീസിൽ പോകേണ്ടവർക്ക്, ഷോപ്പിംഗ് എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിൽ ഒരു വാഹനം, മൂന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ വാഹനം ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വിലയാണ്. 6,49,000 രൂപ പ്രൈസ് റേഞ്ചിൽ ബാസ് എന്ന സ്കീമിലൂടെ വേണമെങ്കിലും ഇത് സ്വന്തമാക്കാം. മത്സരിക്കാൻ മറ്റു ആർക്കും ഇല്ലാത്ത തരത്തിൽ തന്നെ ഇതിനെ പ്രൈസിങ് ഒക്കെ ചെയ്ത് ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയിട്ട് ഉയർന്ന റേഞ്ചോട് കൂടിയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറം കാഴ്ചയിലെ വിശേഷങ്ങൾ. ലിറ്ററാണ് Punch.EVയുടെ ബൂട്ട് സ്പേസ്. 60-40 സ്പ്ലിറ്റ് ഒന്നുമില്ല. രണ്ടാം നിര സീറ്റുകളെ മൊത്തത്തിൽ നമുക്ക് ടെമ്പിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ്. അപ്പോൾ ഇതിന് അടിയിലായിട്ട് അവർ ശരിക്കും ചാർജിങ് കിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് ടയർ പഞ്ചർ കിറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തായാലും ടാറ്റ പഞ്ചിൻ്റെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇത്രയൊക്കെയാണ്. അഫോർഡബിൾ EV സബ് 4 മീറ്റർ സെഗ്മെൻറ്റിലെ ഏറ്റവും മിടുക്കനും ഏറ്റവും കരുത്തനും, സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ വീണ്ടും ടാറ്റയാണ്, ടാറ്റയുടെ EV ആണ് എന്ന കാര്യം കൂടി എടുത്തു പറയുന്നു. എല്ലാവിധ സേഫ്റ്റി സംവിധാനങ്ങളും അവർ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററിക്കും മികച്ച IP67 റേറ്റിംഗും എല്ലാം തന്നെയുണ്ട്. സുരക്ഷ, അതുപോലെ തന്നെ വില, അതേപോലെ ഒരു ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റി, അവരുടെ പോർട്ട്ഫോളിയോയിലെ ഒരുപാട് EV വാഹനങ്ങളുടെ നീണ്ട നിര ഒക്കെ തന്നെ ടാറ്റയുടെ ഒരു EV അക്സെപ്റ്റ് ചെയ്യാൻ ഏതൊരു മലയാളിയെ, ഏതൊരു ഇന്ത്യക്കാരനും യാതൊരു സംശയവും വേണ്ട. ഇതൊരു മികച്ച ചോയ്സാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി എടുത്തു. നാൽപ്പത് kWh ബാറ്ററിയുടെ റിയൽ വേൾഡ് റേഞ്ച് 375 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 30 kWh ബാറ്ററിയുടെ റേഞ്ച് 255 കിലോമീറ്റർ ആണ്. ഒരു ഇലക്ട്രിക് വാഹനത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത അതിൻ്റെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലൂടെയുള്ള ചാർജ് നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. റീജനറേറ്റീവ് മോഡ് എന്ന് പറയുമ്പോൾ ടാറ്റയുടെ വാഹനത്തിൽ 4 തരത്തിലാണുള്ളത്. 0 to 3, 0-ലുണ്ട്, 1-ലുണ്ട്, 2-ലുണ്ട്, 3-ലുണ്ട്. ഇതിൽ 3-ലാണ് നമുക്ക് ഏറ്റവും മാക്സിമം റീജനറേഷൻ
എനർജി ലഭിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. സിറ്റി ഡ്രൈവ് മോഡ് ഉണ്ട്, സ്പോർട്സ് മോഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇക്കോ മോഡ് ഉണ്ട്. ഇത് രണ്ടും കൂടി സിങ്ക് ചെയ്തിട്ട് 12 ഡ്രൈവ് മോഡ്സ് ആണ് ടാറ്റ പഞ്ച് .EVയിലുള്ളത്. ടാറ്റയുടെ മിക്ക വാഹനങ്ങളിലും അങ്ങനെ തന്നെയാണ്. റീജനറേറ്റീവ് മോഡും ഉണ്ട്, അതുപോലെ തന്നെ ഡ്രൈവ് മോഡും ഉണ്ട്. ഓരോ മോഡുകളിലേക്കും പോകുമ്പോൾ എങ്ങനെ റീജനറേറ്റീവ് എനർജി സെറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ അത് കുറച്ച് കഷ്ടപ്പെട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പഞ്ച് .EVയിൽ അങ്ങനെയല്ല. റീജനറേറ്റീവ് എനർജി സെറ്റ് ചെയ്യാൻ, റീജനറേറ്റീവ് മോഡ് സെറ്റ് ചെയ്യാൻ അവർ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലോട്ടോ റോട്ടറി നോബിലോട്ടോ ഇവിടെയായിട്ടോ ഒന്നും നോക്കാതെ തന്നെ പാഡിൽ ഷിഫ്റ്റർ വെച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഡ്രൈവിംഗ് സമയത്ത് റീജനറേറ്റീവ് എനർജിയുടെ ആ ഒരു മോഡുകൾ ക്രമീകരിക്കാൻ പറ്റും. ശരിക്കും 4 റീജനറേറ്റീവ് മോഡ്സ് ഉണ്ട്, 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അങ്ങനെ 12 രീതിയിൽ ഇതിനകത്തെ ഡ്രൈവ് മോഡ്സുകൾ മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. മികച്ച രീതിയിൽ തന്നെ റീജനറേറ്റീവ് എനർജിയിലൂടെ വാഹനത്തിന്റെ റേഞ്ച് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇത് പുതിയ അഡീഷണൽ ആയിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തന്നെ വാഹനം രാവിലെ ഹോട്ടലിൽ നിന്ന് ഇത്രയും ദൂരം ഏകദേശം 25 കിലോമീറ്ററോളം ഒക്കെയാണ് നമ്മളിപ്പോൾ ഓടിച്ചത്, വൺ സൈഡ് ഓടിച്ചത്. അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായി വാഹനത്തിന്. ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കംഫർട്ട്, ഈ സീറ്റിംഗ് പൊസിഷൻ, ഇവയൊക്കെ തന്നെ വളരെ മികച്ചതായിട്ട് തന്നെ പറയുന്നു. ഇതിൻ്റെ ഒരു കുഷനിങ് ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ തന്നെ വളരെ മികച്ചതാണ്. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് ഈ വാഹനത്തിന് ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 195 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീളം കുറഞ്ഞ ഒരാളാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ വളരെ കംഫർട്ടബിൾ ആയി തോന്നി. ഇതിനകത്തേക്ക് ആദ്യമായി അവർ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. പഞ്ച് .EV അല്ലെങ്കിൽ പഞ്ചിന്റെ ഐസ് മോഡൽസിലൊക്കെ തന്നെ പോലെ സെക്കൻഡ് റോ അല്പം ഇടുങ്ങിയതായിട്ട് തന്നെ തോന്നുന്നു. ഇതിന്റെ നീളമോ വീതിയോ ഡയമെൻഷനിലോ ഇതിലൊന്നും തന്നെ മാറ്റമില്ല. ഡിസൈൻ വൈസ് കുറച്ച് മാറ്റമാണ്. അതുപോലെ തന്നെ ഇന്റീരിയർ തീം അവർ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇന്റീരിയർ. അതുപോലെ തന്നെ പുതിയ 3 നിറങ്ങൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പഞ്ച് .EV നമ്മളൊരു വാഹനത്തെ റിവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിലയിരുത്തുമ്പോൾ അതിൻ്റെ വില നിർണായകമാണ് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയണം. ആ വിലയ്ക്ക് ഏറ്റവും മനോഹരമായി ഏറ്റവും പ്രാക്ടിക്കലായിട്ടൊരു വാഹനം നൽകുക എന്നുള്ളതാണ് ഒരു വാഹന നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിജയം. പ്രിസ്മാറ്റിക് സെൽസിൽ എത്തുന്ന 2 വലിയ ബാറ്ററി പാക്കിൽ എത്തുന്ന റിയൽ ലൈഫിൽ ഇത്രയധികം റേഞ്ച് പറയുന്ന ഈ ഒരു പഞ്ച് .EVയുടെ പുതിയ പതിപ്പ് ഈ ഒരു സെഗ്മെന്റിൽ, അതായത് 4 മീറ്ററിന് തൊട്ട് താഴെയുള്ള EVകളുടെ ഒരു സെഗ്മെന്റിലെ ഒരു മികച്ച ചോയ്സ് ആണ്. ശരിക്കും ഇതിൻ്റെ ഒരു അഗ്രസീവ് പ്രൈസിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരുടെ ശരിക്കുള്ള കോമ്പറ്റീറ്റർ മഹീന്ദ്ര 3XOയുടെ EV ആണ്. എല്ലാ അർത്ഥത്തിലും വാഹനത്തെ ഇഷ്ടമായി. ഈ വാഹനത്തിലേക്ക് വരുന്ന പ്രീമിയം ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്റീരിയറിലേക്ക് കടന്നിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുത്തുന്നത് ഇതിൻ്റെ ഈ സീറ്റിൻ്റെ ഒരു കംഫർട്ടാണ്. വെന്റിലേറ്റഡ് സീറ്റുകളാണ്. ഉയർന്ന വേരിയന്റുകൾ, അതായത് ഉയർന്ന 2 വേരിയന്റുകളിലേക്ക് വെന്റിലേറ്റഡ് സീറ്റുകൾ വരുന്നു. ലെതറൈറ്റ് അപ്പോൾസ്ട്രി വരുന്നു. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് ഇതിനകത്ത് എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. വോയിസ് അസിസ്റ്റഡ് ഇലക്ട്രിക് സൺറൂഫ് എത്തുന്നുണ്ട്. ജ്വൽഡ് കൺട്രോൾ നോബാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് സംവിധാനം വരുന്നുണ്ട്. ഗ്രാൻഡ് സെൻട്രൽ കൺസോൾ ഇവിടെ മൊത്തത്തിൽ വളരെ നീറ്റായിട്ട് തന്നെ കാണുന്നു. ശരിക്കും ഗ്ലോസി ബ്ലാക്കിൻ്റെ ഒക്കെ ഒരു എലിമെന്റ്. ഡ്യുവൽ കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ആയിട്ട് വരുന്നു. അതേപോലെ തന്നെ ഈ ജ്വൽഡ് സെൻട്രൽ നോബ് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു. ഇവിടെയായിട്ട് വയർലെസ് ചാർജിങ് സൗകര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം മിനിമലൈസ് ചെയ്തിട്ടുള്ള സ്വിച്ചസ് ആണ്. ഇതിനകത്തേക്ക് അധികം സ്വിച്ചസ് ഒന്നും കാണുന്നില്ല. ഇത് സാധാരണ ഇപ്പോൾ ടാറ്റ അവരുടെ ഗോസ്റ്റ് മോഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വാഹനം ഓൺ ആവുമ്പോൾ മാത്രം തെളിയുന്ന സ്വിച്ചസ് എന്ന് അവർ പറയും.
ഇന്റീരിയറിൽ വലിയ മാറ്റങ്ങളില്ല. ഈ ഒരു നിറത്തിൽ, അതായത് നേരത്തെ ഇത് ബ്ലാക്ക് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉദയ്പൂർ സ്ലിറ്റ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു കല്ലിൻ്റെയൊക്കെ ഒരു നിറം കൊണ്ടുവന്നു കുറച്ചുകൂടി ലൈറ്റ് ആംബിയൻസിലേക്ക് ഇത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കളർ തീമിനെ ടാറ്റയുടെ ഒഫീഷ്യൽസ് വിശേഷിപ്പിച്ചതാണ് അങ്ങനെ ഒരു കല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു പാറയുടെ നിറമാണ് ഇതെന്നാണ് പറയുന്നത്. ഉദയ്പൂർ സ്ലെറ്റ് എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഉദയ്പൂരിലൊക്കെ കാണപ്പെടുന്ന പാറയുടെയോ കല്ലിൻ്റെയോ ഒക്കെ ഒരു നിറം എന്ന് പറയാം. സെൻട്രൽ കൺസോൾ നീറ്റായിട്ട് തന്നെ നമുക്ക് കാണപ്പെടുന്നു. ഈ ഒരു നോട്രി നോബ് ഭംഗി കൊണ്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ വയർലെസ് ചാർജിങ് സൗകര്യം വന്നിട്ടുണ്ട്. മറ്റ് ചാർജിങ് സ്ലോട്ടുകൾ ഇവിടെയെല്ലാം കാണാം. ഉയർന്ന വേരിയന്റുകളിൽ വെന്റിലേറ്റഡ് സീറ്റുകളാണ് വന്നിരിക്കുന്നത്. ലെതറൈറ്റ് അപ്പോൾസ്ട്രി ആണ് വന്നിരിക്കുന്നത്. ഫ്ലഷ് സീറ്റ് അപ്പോൾസ്ട്രി ആണ് വന്നിരിക്കുന്നത്. 4 രീതിയിൽ നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. വോയിസ് എനേബിൾഡ് സൺറൂഫ് ആണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു സൺറൂഫ് കൊടുത്തിരിക്കുന്നു. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, ഇതിൽ ഇവിടെ 2 കപ്പ് ഹോൾഡർ വന്നിരിക്കുന്നു. ചെറിയ ഒരു സ്പേസ് ഇവിടെയായിട്ട് വരുന്നു. യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ഹാൻഡ് റെസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകളാണ് ഈ കാണുന്നത്. അതിൽ ഒരുപാട് യൂട്ടിലിറ്റി സ്പേസസ് വന്നിരിക്കുന്നു. സ്പീക്കേഴ്സും ട്വീറ്റേഴ്സും ഒക്കെ അവിടെയായിട്ട് കാണാം. ശരിക്കും അവിടെയും ഹാൻഡ് റെസ്റ്റുകളും യിൽ 3 പേർക്കും സീറ്റ് ബെൽറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പഞ്ച് ഡോട്ട് EVയുടെ 2026 അപ്ഡേഷനിലെ ഒരു പുതുമ. ഇവിടെ ഹാൻഡ് റെസ്റ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. പക്ഷേ കപ്പ് ഹോൾഡർ സംവിധാനം ഒന്നും തന്നെ ഇല്ല. 2ാം നിരയിൽ അവർ മിസ് ചെയ്ത മറ്റൊന്നെന്ന് പറഞ്ഞാൽ റിയർ AC വെന്റുകൾ കൊടുത്തിട്ടില്ല. എന്നാൽ 2026 ഇതിൻ്റെ ഐസ് മോഡൽസിൻ്റെ അപ്ഡേറ്റിൽ ആ ഒരു കാര്യം ഉണ്ടെന്ന് തന്നെ പറയുന്നു. ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. എന്തായാലും ഫോൺ ഇങ്ങനെ പ്ലേസ് ചെയ്യാം ചാർജ് ചെയ്യുമ്പോൾ. അതൊരു നല്ല കാര്യമായിട്ട് തന്നെ പറയാം. കാലുകൾ നീട്ടി വെച്ച് ഇരിക്കാം. കൊച്ചൊരു കുട്ടിക്ക്, ചെറിയ കുട്ടിക്ക് ഈ ഒരു പോർഷൻ ഉപയോഗിക്കാം. ഇവിടെ സീറ്റുകളുടെ പിന്നിലായിട്ട് പൗച്ച് കൊടുത്തിട്ടുണ്ട്. ലെഗ് റൂം വർദ്ധിപ്പിക്കാൻ വേണ്ടി സീറ്റുകൾ ഇങ്ങനെ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ഹെഡ് റെസ്റ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 4ഉം സ്ലൈഡിംഗ് ആണ് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നു. മറ്റൊരു പ്രത്യേകത, വാഹനത്തിലെ കയറാനും ഇറങ്ങാനുമുള്ള സൗകര്യം 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഈ ഡോറുകൾ ഒരു നല്ല കാര്യമായിട്ട് പറയുന്നു. മൊത്തത്തിൽ വളരെ പ്രാക്ടിക്കലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ EVയുടെ. അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പറയുന്നു, വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ്. വലിയ ബാറ്ററിക്ക് വലിയ റേഞ്ചും പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആംബിയൻസ് നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് എന്ന് തന്നെ പറയുന്നു. ഇതിൻ്റെ റൂഫ് ആണെങ്കിലും ഈ ഒരു ബേജ് കളറിലേക്കാണ് പോയിരിക്കുന്നത്. ശരിക്കും ഒരു അഫോർഡബിൾ EV വേണമെങ്കിൽ പഞ്ച് ഡോട്ട് EVയുടെ 2026 പതിപ്പ് ഒരു മികച്ച ചോയ്സ് ആണെന്ന് തന്നെ പറയാം. ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിസ്മാറ്റിക് സെൽ ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടി ഒക്കെ തന്നെയാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ്, അതിൻ്റെ ഒരു റേഞ്ച്, അതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട്, അതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ, സീറ്റുകളുടെ ഒരു ഇരിപ്പിട സൗകര്യം, അതിൻ്റെ ഒരു സേഫ്റ്റി, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വലിയ നല്ല കാര്യങ്ങളായിട്ട് തന്നെ പറയുന്നു. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. ഈ വാഹനം എടുക്കുമ്പോൾ തന്നെ ശരിക്കും ഇതിൻ്റെ ഏറ്റവും നന്നായിട്ട് പറയാനുള്ളത് NVH ലെവൽസിനെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പോൾ വളരെ ഒരു ഗ്രാമത്തിലൊരു ഒരു സ്ഥലത്തേക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത ലെവലിൽ ഇതിൻ്റെ നോയിസ്, വൈബ്രേഷൻ, ഹാർഷ്നെസ് ഇതിലെല്ലാം തന്നെ മികച്ച NVH ലെവൽസ് എന്ന് പറഞ്ഞാൽ പഞ്ച് ഡോട്ട് EVക്ക് 100 മാർക്ക് കൊടുക്കാം എന്ന് ഞാൻ പറയുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സസ്പെൻഷൻ, അതുപോലെ തന്നെ നല്ല സീറ്റിംഗ് കംഫർട്ട്, അതുപോലെ തന്നെ നല്ല ഡ്രൈവിംഗ് പൊസിഷൻ. റോഡുകൾ കൃത്യമായിട്ട് കാണാം. യാതൊരു വിധത്തിലുള്ള നമുക്ക് തടസ്സങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് 12 രീതിയിൽ നമുക്ക് ഡ്രൈവ് മോഡിനെയും അതുപോലെ തന്നെ റീജനറേറ്റീവ് മോഡിനെയും ഒക്കെ തന്നെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് കൂടി കൊണ്ടുവന്നിരിക്കുന്നു. അതും വളരെ നല്ലൊരു കാര്യമായിട്ട് പറയുന്നു. ഇഷ്ടംപോലെ കളർ ഓപ്ഷൻസ് ഉണ്ട്. 3 കളർ ഓപ്ഷൻസ് പുതിയതാണ്. ഈ ഒരു യെല്ലോയും കോപ്പറും അതുപോലെ തന്നെ റെഡും അവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇഷ്ടംപോലെ കളർ ഓപ്ഷൻസ്, ഇഷ്ടംപോലെ വേരിയൻറ്റുകൾ. 30 kWh ബാറ്ററിയിലുള്ള വാഹനം ലഭിക്കുന്നത് 2 വേരിയൻറ്റുകൾ, ആദ്യത്തെ 2 വേരിയൻറ്റുകളിൽ മാത്രമാണ്. ബാക്കി ഇതിൻ്റെ ഉയർന്ന വേരിയൻറ്റുകളൊക്കെ തന്നെയും ഇതാണ്. അതുപോലെ തന്നെ ഏറ്റവും പറയാനുള്ളത് 6,49,000 രൂപയ്ക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ബാറ്ററി വാടകയ്ക്ക് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ഈ വാഹനം സ്വന്തമാക്കാം. എന്തായാലും ഒരു ദീർഘമായിട്ടുള്ള ഒരുപാട് വാഹനങ്ങളുടെ പോർട്ട്ഫോളിയോ അവതരിപ്പിച്ച് EV രംഗത്ത് ടാറ്റ മോട്ടോഴ്സ് എടുക്കുന്ന ഈ ഒരു മുന്നേറ്റത്തെ ശരിക്കും പ്രശംസിക്കുക തന്നെ വേണം എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.